ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നും നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവர்களுണ്ട്. കഴിഞ്ഞുപോയ എപ്പിസോഡിൽ വളരെ ആഴമേറിയ കാര്യങ്ങൾ തൻ്റെ സ്വകാര്യമാകുന്ന അനുഭവങ്ങളുമായുള്ള ബന്ധത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അത് വലിയ അനുഗ്രഹമായി തീർന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലും വളരെ വ്യത്യസ്തമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കുക. പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവരുകളെ വീണ്ടും ഞങ്ങളുടെ ഈ ജീസസ് റെയിൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. കഴിഞ്ഞ എപ്പിസോഡ് വളരെ 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 അനുഗ്രഹമായിരുന്നു. എത്ര വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചാലും അത് മതിയാകുകയില്ല. വളരെ അനുഗ്രഹമായിരുന്നു. നമ്മൾ എത്തിച്ചേർന്നത് 25-ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിൽ വന്ന ആ ഒരു സമയത്താണ് എത്തിച്ചേരുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ആ സമയത്തും ആ കർത്താവുമായിട്ടുള്ള ബന്ധം ആഴത്തിലായിട്ടില്ല. 10-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും 25-ാം വയസ്സിലും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും പരിശുദ്ധാത്മാവിഷയൊക്കെ പ്രാപിച്ചതുകൊണ്ട് ആള് രക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. ആത്മാവിന് പുതിയ ജീവൻ ലഭിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയും. പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയും. എന്നാൽ സംഭവിക്കുന്നത് പോലെ ഒരു കാർണാലിറ്റിയിലേക്ക്, ഒരു ജഡീകതയിലേക്ക് പോയതിനാൽ നമ്മുടെ ആത്മീയ ജീവിതം സജീവമായിരുന്നില്ല. ആ ഒരു അനുഭവമായിരുന്നു 25-ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആഴമേറിയൊരു അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചത്? ബാംഗ്ലൂരിൽ വരുന്നത് തന്നെ 1-2 സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്നും മാറി താമസിക്കാനായിട്ട് ഞാൻ പോകുന്നത്. പൂനെ ഞാൻ പോയില്ല. എനിക്ക് 2 ജോലി കിട്ടി. ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ എനിക്ക് അതേ സാലറി കിട്ടിയത് കൊണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ബാംഗ്ലൂരാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലോങ് റണ്ണിന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. 25-ാം വയസ്സ്, എൻ്റെ 25-ാമത്തെ വയസ്സ്. 2, എനിക്ക് അന്ന് 55,000 രൂപ സാലറി ആയിരുന്നു 2006-ൽ. അപ്പോൾ വളരെ ഉയർന്ന 2006-ൽ 55,000 രൂപ ശമ്പളം അല്ലേ? അത് ഭയങ്കര സാലറിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു അത്രയും പൈസ നമുക്ക് സാലറി വരുന്ന ഒരു ഭയങ്കര റെക്കഗ്നീഷൻ ആണല്ലോ. അതിൻ്റെതായ ഒരു അഹങ്കാരവും ഒരു കോൺഫിഡൻസോ ഒരു വേറെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ബാംഗ്ലൂരിൽ വരുന്നത്. 3, കുറച്ചും കൂടെ ഡാഡിയെ അനുസരിക്കണം എന്നൊരു ബോധ്യം എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരു പുതിയ സ്റ്റാർട്ട് ലഭിക്കുന്ന പോലെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട്. കാരണം തിരുവനന്തപുരം പട്ടണത്തിലാണ് ഞാൻ സെന്നിലായി പോയത്. അപ്പോൾ ആ പട്ടണത്തിൽ നിന്നും മാറി ഒരു പുതിയ ഒരു സീസൺ ആരംഭിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു, സൺഡേ ചർച്ചിൽ പോകണം, പാസ്റ്റർ പോൾ തങ്കയുടെ ഫുൾ ഗോസ്പൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പോകണം എന്ന് പറഞ്ഞു. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പോകാനായിട്ട് അധികം അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാനൊരു പക്ഷേ വളർന്നു വന്നപ്പോൾ കണ്ട ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, പ്രസംഗിച്ചവരോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ടെസ്റ്റ് മണി ഇല്ലാത്തതൊക്കെ കൊണ്ടായിരിക്കാം. അതിനേക്കാളും എനിക്ക് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ കുറച്ചും കൂടെ ഒരു ലൈഫ് ഉള്ളതുപോലെ, ആളുകളുടെ ടെസ്റ്റ് മണി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ എൻ്റെ ഫീലിംഗ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു CSI ചർച്ചിൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ആദ്യം എത്തുന്നത്. എന്നാൽ ഈ സമയത്ത് നെടുമങ്ങാട് ചർച്ചൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് ചർച്ചുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെ അകത്തും ടെസ്റ്റ് മണി ഇല്ലാത്തവരെ കണ്ടാണല്ലോ നമ്മൾ വളരുന്നത്. അങ്ങനെയാണല്ലേ? എല്ലാ ചെറുപ്പക്കാർക്കും ഈ സ്ട്രഗിൾ ഇന്നുമുണ്ട് പാസ്റ്റർ. നമ്മുടെ ഈ ബാംഗ്ലൂർ ചർച്ച് എടുത്താലും നമ്മുടെ പ്രസംഗത്തെക്കാളും എല്ലാം അധികം നമ്മുടെ ബാംഗ്ലൂർ ചർച്ചിലെ ചെറുപ്പക്കാരും നോക്കുന്നത് പാസ്റ്റർമാരായ ഞങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ലൈഫ്, അതും നമ്മൾ പ്രസംഗിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ശുശ്രൂഷിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ തന്നെ ഓറിയന്റഡ് ആണ്. അപ്പോൾ ആ ഓറിയന്റേഷൻ എനിക്ക് അന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്കുണ്ട്. 20 വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ആ ഓറിയന്റേഷൻ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതെ. പക്ഷെ ഡാഡി പറഞ്ഞു, ഒരു പ്രാവശ്യത്തേക്ക് മോനെന്ന് അവിടെ ചെല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോണ്ട, പാട്ടൊക്കെ നിനക്ക് ഇഷ്ടമാണ്. പക്ഷെ അവിടെ പോയതാണ് എൻ്റെ ലൈഫിനെ മാറ്റിയത്.
ഞാൻ അവിടെ പോയപ്പോൾ ആദ്യം അനുഭവിച്ചത്, ഞാനൊരു പാസ്റ്ററിന്റെ മകനായിട്ട് വളർന്നത് കൊണ്ട് പാസ്റ്ററിന്റെ വചന ശുശ്രൂഷയൊന്നും എന്നെ അങ്ങനെ ആകർഷിച്ചില്ല. ദൈവ സാന്നിധ്യമാണ് എന്നെ ആ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ പണ്ട് അഭിഷേകം പ്രാപിച്ചിട്ടുള്ളതുകൊണ്ട് സാന്നിധ്യം എന്താണെന്ന് അറിയാം, വചനവും അറിയാം. പക്ഷെ എന്നിട്ട് നമ്മൾ മനഃപൂർവ്വമായി സിന്നിലോട്ട് ഞാൻ വീണുപോയതാണ്. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഏകദേശം 3000 പേരുള്ള ആ ഇംഗ്ലീഷ് സർവീസിൽ ഇമ്മൻസ് പ്രസൻസ് ഓഫ് ഗോഡാണ്. ആ പ്രസൻസ് ഓഫ് ഗോഡിൽ അനേക ചെറുപ്പക്കാർ ആരാധിക്കുന്നു, ഹൃദയം തുറന്ന് ആരാധിക്കുന്നു. അനേക ചെറുപ്പക്കാർ സൗഖ്യമാകുന്നു. പാസ്റ്റർ പ്രൊഫറ്റിക്കലി പലരെയും വിളിക്കുന്നു, സൗഖ്യമാകുന്നു. അപ്പോൾ അടുത്ത സൺഡേ ആരും എന്നോട് പറയാതെ എനിക്ക് അങ്ങ് ഉള്ളിലൊരു നിർബന്ധം തോന്നുകയാണ്, പോകണം എന്ന്. CSI ചർച്ചിൽ ഇവിടെ വന്നിട്ട് പോയില്ല. വന്നതിന് ശേഷം ആദ്യമായിട്ട് പോയത് പാസ്റ്റർ പോൾ തങ്കി അവരുടെ ചർച്ചിലാണ്. അതെ, ആ ഒരൊറ്റ സന്ദർശനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് സാന്നിധ്യത്തിന്റെ ഉള്ളിലേക്ക് നമ്മളെ ആകർഷിച്ചു. അതുകൊണ്ടാണ് പാസ്റ്റർ ബാംഗ്ലൂർ റിവൈവലിന്റെ അകത്തും എനിക്ക് വലിയ കോൺഫിഡൻസോടുകൂടി സ്റ്റേജിൽ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ നിന്ന് ഇതൊരു റിവൈവലാണെന്ന് എനിക്ക് മനസ്സിലായതിന്റെ വൺ ഓഫ് ദി ആസ്പെക്ട് ഇറ്റ് വാസ് ദി ഇമ്മൻസ് പ്രസൻസ് ഓഫ് ഗാഡ്. എന്നെ ട്രാൻസ്ഫോം ചെയ്തത് പ്രസൻസ് അല്ലേ? പൗലോസിനെ ട്രാൻസ്ഫോം ചെയ്തത് പ്രസൻസ് അല്ലേ? പത്രോസിന്റെ വചന പ്രസംഗം അല്ലല്ലോ, സാന്നിധ്യമല്ലേ? ഇവിടെ കൂടിയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രാൻസ്ഫോംഡ് ആകാതിരിക്കും ആ പ്രസൻസിന്റെ അകത്ത്? അപ്പോൾ ആ പ്രസൻസ് തന്നെ അടുത്ത 6 മാസം ഒരു സൺഡേ പോലും മിസ്സാകുന്നത്, നാട്ടിൽ പോകുന്ന സൺഡേസ് മിസ്സാകുന്നുണ്ടാകാം, ഞാൻ കൃത്യമായിട്ട് ചർച്ചിൽ പോയി. അവിടെ ചെന്നതിന് ശേഷം പിന്നീട് ഈ 6 മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ മ്യൂസീഷ്യൻസുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ഞാൻ ആരുമായിട്ട് മിണ്ടത്തില്ലായിരുന്നു. ബസ് എനിക്കൊരു ഭയങ്കര ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു. ഇന്ന് എന്നെ കാണുന്ന ആളല്ല അന്ന്. ഇന്ന് ഞാൻ എക്സ്ട്രോവേർട്ടാണ്. ആരെ കണ്ടാലും ഞാൻ മിണ്ടുന്നതാണ്, ആരെ കണ്ടാലും സംസാരിക്കാനൊക്കെ. അന്ന് ഞാൻ ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. എനിക്ക് അറിയാവുന്ന പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അല്ല ഇപ്പൊ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്ന അനീഷ് മനോ സ്റ്റീഫൻ. അതെ, 6 months ആ ചർച്ചിൽ പോയിട്ട് ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരു ഫോം പോലും ഫില്ല് ചെയ്ത് കൊടുത്തില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ചർച്ചിൽ പോലും ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കും, ഫോം ഫില്ല് ചെയ്യാതെ കർത്താവിൻ്റെ ഓടിച്ചിട്ട് പിടിച്ച് ചർച്ചിൽ വളർത്തിയതാണ്. അപ്പൊ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല എന്നൊരു 6 months ഞാൻ പോയി പാസ്റ്റർ. പക്ഷെ എൻ്റെ ലൈഫിൽ സ്ലോലി ദേർ വാസ് ചേഞ്ചസ്. എന്നാൽ പൂർണ്ണതയിലേക്കായിട്ടില്ല. പക്ഷെ ഞാൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. 1-2 ആളുകൾ ഡാഡിയുടെ ഐഡന്റിഫിക്കേഷനിൽ അനീഷ് അന്ന് പാസ്റ്റർ അല്ലല്ലോ, മനോമോഹൻ സാറിന്റെ മോനാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അല്ലാതെ എന്നെ ആർക്കും അറിയത്തില്ല. 6 മാസം കഴിഞ്ഞ് ഞാനും താമസിക്കുന്ന ബാംഗ്ലൂർ മടിവാളയിലാണ്. ജോലി എവിടെയായിരുന്നു? ബാംഗ്ലൂർ ഡയറി സർക്കിളിൽ തൊട്ടടുത്ത് തന്നെ, ഒറക്കിളായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ ഫുൾ ടൈം മിനിറ്റ്സിൽ വരുന്നത് വരെയും ഞാൻ ജോലി ചെയ്തത് ഒറ്റ കമ്പനിയിലാണ്, ഒറക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഇപ്പോൾ വളരെ സൗകര്യമുള്ള ജോലി, അമേരിക്കൻ കമ്പനി, ഒട്ടും വർക്ക് പ്രഷർ ഇല്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഇഷ്ടംപോലെ പണം കയ്യിലുണ്ട്, കാറുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ എൻ്റെ കാറിൻ്റെ സ്റ്റീരിയോ ചീത്തായി, ഞാൻ നന്നാക്കാനായിട്ട് JC റോഡിൽ പോവുകയാണ്. ഡയറി സർക്കിളിൽ തൊട്ട് മുന്നേ ലെഫ്റ്റിലോട്ട് തിരിയണം, മടിവാള സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ ആ സിഗ്നലിൽ. അവിടെ ആരോ എൻ്റെ കാറിന്റെ സ്റ്റിയറിംഗ് മനഃപൂർവ്വം വലത്തോട്ട് തിരിച്ചു. ആരാന്ന് അന്ന് ഇന്നിപ്പോൾ അറിയാം. ഇടത്തോട്ട് തിരിയേണ്ട കാറിന്റെ സ്റ്റിയറിംഗ് ഞാൻ മാത്രമേ ഉള്ളൂ കാറിൽ. നമ്മൾ അറിയാതെ അങ്ങ് തിരിക്കുക, വേറെ ആരോ തിരിക്കുന്നതിന്റെ കൂടെ ഞാൻ എൻ്റെ കൈ അങ്ങ് പോവുക. എനിക്കറിയാൻ പറ്റുന്നുണ്ട് വേറെ ആരോ തിരിക്കുവാന്നുള്ളത്. അത് അല്പം മുന്നിലേക്ക് ഒന്ന് റഹേജ ആർക്കേഡ് സിഗ്നൽ എത്തിയപ്പോൾ അവിടെ വീണ്ടും ആരോ തിരിച്ചു. ഞാൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ പോകേണ്ടത് വേറൊരു ദിശയിലേക്കാണ്, JC റോഡിലാണ് പോകേണ്ടത്. ബസ് ഇത് ടോട്ടലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിയുക. അടുത്തൊരു ചെറിയ ഇടവഴി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്റ്റിയറിംഗിനെ തിരിച്ചു. അങ്ങനെ ആ ചെറിയ ഇടവഴി പോയി ഒരു 100 മീറ്റർ പോയപ്പോൾ ഒരു വലിയ ബോർഡ് ഞാൻ കാണുക, സോണി സ്പ്രോക്കറ്റ് എന്ന് എഴുതിയിരിക്കുക. സോണിയുടെ സ്റ്റീരിയോ വിൽക്കുന്ന കടകളാണ്. എൻ്റെ സോണിയുടെ സ്റ്റീരിയോ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇത് ദൈവം തന്നെ ചെയ്ത. അങ്ങ് ദൂരെ പോകാതെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ കടയിൽ എൻ്റെ സ്റ്റീരിയോ നന്നാക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ വണ്ടി സ്റ്റീരിയോ നന്നാക്കാൻ കൊടുത്തു. ഇറങ്ങി ഞാനിങ്ങനെ പുറത്തു വന്നപ്പോൾ പാസ്റ്റർ പോൾ തങ്കയെ ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്നത്. അവിടെ നിൽക്കുക, അദ്ദേഹത്തിന്റെ വണ്ടിയുടെ സ്റ്റീരിയോ നന്നാക്കാൻ അദ്ദേഹം അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ചെന്ന സമയത്ത് തന്നെ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നോ അതോ അതിനുശേഷമാണോ? ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടാ പിന്നീട് പാസ്റ്റർ അവിടെ വരികയാണ്. ഞാൻ കൊടുത്ത് കാറിന്റെ ഇത് കൊടുത്ത് കാറിന്റെ അങ്ങോട്ട് ഞാൻ നടന്നിങ്ങോട്ട് വരുമ്പോഴും പാസ്റ്റർ വരുന്നു, നേരിട്ട് വരും.
അപ്പൊ ദൈവമല്ലേ എന്നെ അവിടെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും അവിടെ ആ സ്റ്റിയറിംഗ് തിരിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഏഞ്ചൽസ് അവിടെ വന്നിട്ടുണ്ട്. ഏഞ്ചൽസ് തന്നെയാണ് ആ സ്റ്റിയറിംഗ് തിരിച്ച് ആ കൃത്യസ്ഥലത്ത് കൊണ്ടെത്തിച്ച് കാണേണ്ട ഒരു അഭിഷക്തനെ കണ്ടുമുട്ടുവാൻ അവസരം നൽകി. എൻകൗണ്ടറിലേക്ക് എന്നെ ദൈവം കൊണ്ടുപോകുമായിരുന്നു. അപ്പം പാസ്റ്റർ പോൾ തങ്കയെ ഞാൻ ചർച്ചിൽ പോകുമ്പോൾ 6 months ഞാൻ ഏറ്റവും ലാസ്റ്റ് റോയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിലരെ ഇവിടുത്തെ ബാക്ക് റോയിൽ ഇരിക്കുമ്പോഴും നിർബന്ധിച്ച് മുന്നിലോട്ട് വിടരുത് ഞാൻ പല പ്രാവശ്യം നമ്മുടെ ചർച്ചിൽ പറയാറുണ്ട്. കാരണം ഞാൻ ഇതുപോലെ ചെന്നിരുന്നതാണ്. പാസ്റ്റർമാർ പുറകിലിരിക്കുന്നതിനോട് എനിക്ക് വിഷമമുണ്ട്. അല്ലാതെ പുതുതായിട്ട് വരുന്നവർ പുറകിൽ ഇരിക്കുമ്പോൾ ആരും നിർബന്ധിക്കും. കാരണം ഞാൻ ഇതുപോലെ പണ്ട് പുറകിൽ 6 മാസം പോയിരുന്നയാളാണ്. ഇന്ന് കർത്താവ് ശുശ്രൂഷകനായിട്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പാസ്റ്ററിനെ ദൂരത്ത് നിന്നാണ് കാണുന്നത്. അടുത്ത് കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ ഓടിച്ചെന്ന് പാസ്റ്റർ പ്രൈസ് ലോർഡ് ഷെയ്ക്കൻഡ് പറഞ്ഞു പാസ്റ്റർ എൻ്റെ പേരിതാ, ഞാൻ പാസ്റ്ററിൻ്റെ ചർച്ചിൽ 6 മാസമായിട്ട് വരുവാന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ധൈര്യം ലഭിച്ചു. അത് 6 മാസം പോയിട്ട് ആരോട് സംസാരിച്ചു. പക്ഷെ പാസ്റ്റർ കണ്ടപ്പോ എക്സൈറ്റഡ് ആയി. നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ അല്ലേ. ഇപ്പം എന്നെ എയർപോർട്ടിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മുടെ ചർച്ചിൽ വരുന്നവർ കാണുമ്പോൾ ഒരു ഓടി വന്ന് ഷെയ്ക്കിന്റെ തരുന്നത് പോലെ സന്തോഷമാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പാസ്റ്റർ ഒറ്റയ്ക്ക് കിട്ടി. പാസ്റ്റർ ഒരു 3/4 ഷോർട്സും ഇട്ട് ഒരു ഹവായി ഷർട്ട് പോലത്തെ ഷർട്ടുമായിരുന്നു. അപ്പോൾ ഒരു മറ്റൊരു സ്യൂട്ടൊക്കെ ഇട്ടല്ലേ ഞാൻ പാസ്റ്ററിനെ കണ്ടിട്ടുള്ളൂ. ഇറ്റ് വാസ് ലൈക്ക് മോർ എ ഫ്രണ്ട്ലി അപ്രോച്ച്. അത് ആ ചർച്ചിൽ അപ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ. 17,000 മെമ്പർഷിപ്സ് ഉണ്ട് അന്ന്. ഒരു 1 സിറ്റിംഗിൽ എത്രയായിരുന്നു കപ്പാസിറ്റി? ഞങ്ങളുടെ ഇംഗ്ലീഷ് സർവീസിന് 3000, ബേസ്മെന്റും ടോപ്പും എല്ലാം കൂടെ 3000 പേര് ഇരിക്കുന്നിടത്താണ് പാസ്റ്ററെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പാസ്റ്ററെ അടുത്ത് കിട്ടുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടറുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ട് എൻകൗണ്ടർ ലഭിക്കണം. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള എൻകൗണ്ടറുകൾ ആവശ്യം. ഇതിലൂടെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഞാൻ വരികയാണ്. പാസ്റ്ററിനോട് പോയി പറഞ്ഞു, പാസ്റ്ററിനോട് പറഞ്ഞു, മോനെ ഒത്തിരി പേര് വരുന്നു, എനിക്ക് അങ്ങനെ നിന്റെ മുഖം ഓർക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പാസ്റ്റർ എന്നോട് ഇങ്ങോട്ട് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ദൂത് പറയുക. പാസ്റ്റർ എന്നോട് പറയുക, നിന്നെ കർത്താവ് ചെറുപ്പത്തിൽ മിനിസ്ട്രിക്ക് വേണ്ടി കണ്ടതാണ്. മലയാളത്തിൽ എന്നോട് ഇംഗ്ലീഷ് പറയും. ഞാൻ മലയാളത്തിൽ ദൂതെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാൻ ദൂത് പറയാന്ന് പറയും. നമ്മളെ കുറിച്ച് പറയുക, പ്രൊഫറ്റിക് ആംഗിളിൽ കയറുക. അതെ, നിന്നെ കർത്താവ് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും വേലയ്ക്കും വേണ്ടി കണ്ടതാണ്. പക്ഷെ നീ ഇപ്പോൾ ആ വേർഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. യു ആർ ഇൻ എ പ്രോസസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. മെനി പീപ്പിൾ കം ടു ജീസസ്, ദേ ഗെറ്റ് സേവ്ഡ്. ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു, ദേ ഗെറ്റ് വാട്ടർ ബാപ്റ്റൈസ്ഡ്, ദേ ഗെറ്റ് ഹോളി സ്പിരിറ്റ് ഫിൽഡ്. പക്ഷെ നിന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. നീ ചെറുപ്പത്തിൽ അഭിഷേകം പ്രാപിച്ചു. നീ സ്നാനപ്പെടുന്നതിന് മുൻപ്, കാരണം എനിക്ക് 12ാമത്തെ വയസ്സിൽ അന്ന് സ്നാനം തരത്തില്ലായിരുന്നു. സ്നാനപ്പെടുന്നതിന് മുൻപ് നീ അഭിഷേകം പ്രാപിച്ചു. നീ പക്ഷെ ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിന്റെ പ്രോസസ്സിലാണ്. നീ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് എന്നോട് ഇങ്ങോട്ട് പറയുക. പാസ്റ്റർക്കൊന്നും അറിയത്തില്ല, എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല, യഥാർത്ഥത്തിൽ അറിയത്തില്ല. പക്ഷെ എൻ്റെ ഈ മലയാളി ബുദ്ധി ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, നമ്മൾ ഇന്ന് ഒത്തിരി മലയാളികൾ പ്രവചനത്തെ തുച്ഛീകരിക്കുന്ന അങ്ങനെയാണ്. ഞാൻ ചിന്തിച്ചു, ഇന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ നിന്ന് ഡേറ്റ എടുത്തെന്ന് ആളുകൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഡാഡി എങ്ങനെയോ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവനെ കിട്ടുവാണെങ്കിൽ പിടിച്ചോണം. ഇന്നും പലരും പ്രവചനത്തിൽ വിശ്വസിക്കാത്തതിന്റെ റീസൺ, പേര് വിളിച്ചാൽ പോലും അവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആ പ്രോഫിറ്റന്റെ പേര് കണ്ടു വിളിച്ചു എന്നങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. ഇതേ തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എൻ്റെ ഡാഡി ഡേറ്റ കൊടുത്ത് കാണും എന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പിന്നീട് അങ്ങോട്ടൊരു വിമിഷ്ടം തോന്നി അദ്ദേഹം പറയുന്നതിനോട്. അങ്ങനെ ആ വിമിഷ്ടം തോന്നിയ അനുഭവത്തിൽ കോളേജിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തിന്റെ അകത്ത് ഇൻവോൾവ് ആയ ഒരാളുടെ പേര് അദ്ദേഹം പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ പേര്. ആ സമയത്ത് ഒരാളുടെ പേര് പറയും. അതൊരു എന്റെ ഏറ്റവും പൊതുസ്ഥലത്ത് നിന്നുള്ള പ്രവചനമാണ്. ആ പ്രവചനത്തിൽ പാസ്റ്റർ പോൾ തങ്കിയ അസാധാരണമാകുന്നൊരു പ്രതലത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് മാത്രം കർത്താവ് അത് കയറ്റിയതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അതിന് മുൻപെയോ അതിന് ശേഷമോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പോലും എനിക്ക് അറിയത്തില്ല. ആ പേര് പറഞ്ഞു അല്ലേ? ആ പേര് പറഞ്ഞു. ഈ പേര് പറയാൻ ഒരു സാധ്യതയില്ല. ആ പേര് പറയാൻ ആ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. അതെന്റെ ഡാഡിക്ക് അറിയത്തില്ല. ആ ഇൻസിഡന്റ് എൻ്റെ ലൈഫിലോട് വളരെ രഹസ്യമായിട്ട് ഞാൻ വെച്ചിരുന്നതായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന ഹോളി സ്പിരിറ്റിന്റെ സിൻ കൺവിക്ഷൻ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അദ്ദേഹം ഞാൻ പാപിയാന്നൊന്നും പറഞ്ഞില്ല എന്നോട് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവിന് നിന്നെ ഇഷ്ടമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ആ പ്രൊഫറ്റിക് വേർഡ് എൻ്റെ ലൈഫിൽ ഒരു സിൻ കൺവിക്ഷൻ, ആ സമയം മുതൽ ഞാൻ കരയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നിരിക്കുന്ന മിനിസ്ട്രിക്ക്, ശുശ്രൂഷയ്ക്ക്.
അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഒറക്കിളിൽ ജോലി കിട്ടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അല്പദിവസം വർക്ക് ചെയ്യണം, ഒറക്കിളിലെ അമേരിക്കയിലെ റെഡ്വുഡ് ഷോൾസിൽ, കാലിഫോർണിയയിൽ, സാൻ ഫ്രാൻസിസ്കോയിൽ പോയി സെറ്റിൽ ചെയ്യണം, അമേരിക്കയിൽ ജീവിക്കണം, പൈസ ഉണ്ടാക്കണം, ആ പൈസ ഡാഡിക്ക് അയച്ചു കൊടുക്കണം, ഇവിടുത്തെ മിഷണറിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള വലിയ സ്വപ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിന്നെ ദൈവം ബാംഗ്ലൂരിൽ കൊണ്ടുവന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചു, എന്താ സ്നാനപ്പെടാത്തത്? ഞാൻ 1-2 റീസൺസ് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞത്, ബസ് എനിക്ക് വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. അത് പറയാനുണ്ടായ റീസൺ, ഞാൻ പല റിലേഷൻഷിപ്സിനകത്തോട് കയറി ഇറങ്ങി വന്നതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അകത്തും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ചില തകർച്ചകളും കാരണം എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഒരു ആഗ്രഹം. ഇന്ന് ഒത്തിരി ചെറുപ്പക്കാർക്കും അതേ ആഗ്രഹമുണ്ട്. അതൊരു ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അതിൻ്റെ ഒരു ഹയർ എൻഡാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡേറ്റിംഗും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കൊന്ന് അറിയണം, നല്ല കുട്ടിയായിരുന്നോ, അവളുടെ കൂടെ ജീവിക്കാൻ നോക്കുമോ, ഞാനും അവളും ചേരുമോ, കല്യാണം കഴിച്ചിട്ട് നാളെ പിരിയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ, അതായിരുന്നു ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ശേഷം, അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ പണ്ടത്തെ CSI ചർച്ചിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇനി ആലോചിച്ച് കല്യാണം കഴിച്ചാൽ മതി എന്നൊരു ഫീലിംഗ് എനിക്ക് എങ്ങനെയോ വന്നു. എനിക്കങ്ങനെ ആരും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആരുമായിട്ട് അങ്ങനെ CSI ചർച്ചിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഞാനത് വീഡിയോയ്ക്കകത്താണല്ലോ പറയുന്നത്. പക്ഷേ സംഭവം എനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു, CSI പിള്ളേർ കുറച്ചും കൂടെ നല്ലതാണ് എന്നെനിക്കൊരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ അതിനുശേഷം വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ചിട്ട് പറഞ്ഞു, 2009 നിന്റെ വിവാഹം നടക്കും. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സ്നാനപ്പെട്ട പെൺകുട്ടിയാണ്. അതുകൊണ്ട് നീ അതിനെ ഓർത്തൊന്നും വിഷമിക്കേണ്ട, നീ കർത്താവിൽ സ്നാനപ്പെടാൻ റെഡിയാകണം. ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ. ഈ സോണി സ്റ്റീരിയോ നന്നാക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന പ്രോഫസി എന്ന് പറയുന്നത് ലൈഫിന്റെ എല്ലാ മേഖലകളെയും തൊടുന്ന ഒരു പ്രവചനമാണല്ലോ. 2009 വിവാഹം നടക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സ്നാനപ്പെട്ട പെൺകുട്ടിയായി. അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. 1-2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം സ്നേഹത്തിൽ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും മാറിയിട്ട് ദേഷ്യം വരുന്നൊരു തോന്നി. ഞാനൊരു ടീഷർട്ട് ഇട്ടു, എൻ്റെ ഈ ടീഷർട്ടിന്റെ ഈ കോളർ ഞാൻ ഇന്ന് ഓർക്കുന്നു, എൻ്റെ ലെഫ്റ്റ് കോളറിൽ ഞാൻ അദ്ദേഹം വലിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, യങ് മാൻ, ടുമോറോ ഐ ആം ബാപ്റ്റൈസിങ് യു. അതൊരു അതോറിറ്റി റോളിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായ ഒരു അധികാരത്തിൻ്റെ ഒരു ശ്രേണിയിൽ കയറി, ഒരു ഉന്നത സ്ഥാനത്ത് കയറിയിട്ട് ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ ഒരു അധികാരസ്ഥൻ ആ ഡെസ്റ്റിനിയിലേക്ക് പോകാൻ വേണ്ടി ആ വ്യക്തിയെ പിടിച്ചതിലേക്ക് ഇറക്കുകയാണ്. അത്ഭുതകരം. പൗലോസിനൊക്കെ ഇങ്ങനെ പിടിച്ചതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ്. അതുപോലെ എന്നെ റോഡിൽ വെച്ച് കർത്താവ് പിടിച്ചു, ബാംഗ്ലൂർ. അതുകൊണ്ട് എനിക്ക് പട്ടണത്തോട് ഭയങ്കര സ്നേഹവും. ആ സംഭവങ്ങൾ മുഴുവൻ സൂപ്പർ നാച്ചുറലാണ്. സ്റ്റിയറിംഗ് തിരിയുന്നു. 3 സ്ഥലത്ത് അമാനുഷികമാകുന്ന ഏതോ കരം വന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു. സോണി നന്നാക്കുന്ന അവിടെ അങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് പാസ്റ്റർ അനീഷിന് ഒന്നും അറിയത്തില്ലായിരുന്നു. വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അതെ, കൃത്യം അവിടെ തന്നെ കൊണ്ടെത്തിക്കും. അവിടെ കൊണ്ടെത്തിക്കുമ്പോൾ അതിനു മുന്നമേ തന്നെ പാസ്റ്റർ പോൾ തങ്കിയ അവരുടെ വീട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇവിടേക്ക് അയക്കുകയാണ്. ഇവർ രണ്ടുപേരും വരുന്നത് കാർ സ്റ്റീരിയോ നന്നാക്കാൻ വേണ്ടിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം കാർ സ്റ്റീരിയോ അല്ല. ആമേൻ. ഡെസ്റ്റിനിയുള്ള ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഡെസ്റ്റിനിയിലേക്ക് പോകേണ്ട ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ കർത്താവ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരുപക്ഷെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ആ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഹയർ എൻഡ് വെർഷനാണ്. ഞാൻ ആ അനുഭവത്തിൽ ദൈവം എന്നെ തേടി വന്നു. ഞാൻ അതുകൊണ്ടാണ് ഒരിക്കലും ഈ ചെറുപ്പക്കാരെ കണ്ട് അവരെ കണ്ടം ചെയ്ത് പ്രസംഗിക്കാത്തതിന്റെ റീസൺ, അങ്ങനെ കണ്ടംഡ് ആകണമായിരുന്നെങ്കിൽ ആദ്യം ഞാനായിരുന്നു കണ്ടംഡ് ആകണം. എന്നെ കർത്താവിന് തേടി വന്ന് രക്ഷിക്കാമെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് എന്നെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ആരെ കർത്താവിന് എളുപ്പത്തിൽ തന്നെ സ്നേഹിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ ഒക്കുമെന്ന് ആ എൻ്റെ 25ാമത്തെ വയസ്സ്, അന്ന് എനിക്ക് 25 അല്ലെങ്കിൽ 26 ആ വയസ്സിൽ ഞാൻ അനുഭവിക്കാം. അന്ന് ഇന്ത്യയിൽ പാസ്റ്റർ പോൾ തങ്കിയ എന്ന് പറയുന്ന ആൾ ഏറ്റവും ഉയർന്ന ശുശ്രൂഷയുടെ നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ
സ്മിത്ത് വിഗിൾസ്വർത്തായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു അഭിഷക്തൻ തന്നെ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവരുകളെ സ്നാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര കൈമാറ്റമാണ്. ഭയങ്കര അന്ന് പാസ്റ്റർ പോൾ തൊങ്കയെ കർത്താവ് ഉപയോഗിച്ചിരുന്നത് ഫയർ കോൺഫറൻസസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ത്യയിലെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ശുശ്രൂഷകനാണ്. ഞാൻ ആ നിമിഷം എല്ലാം കരയുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൽ സി ടുമോറോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ കാറ് ഞങ്ങൾ റിപ്പയർ ചെയ്ത് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. ഞാൻ കാറിൽ കയറിയിരുന്ന് കരയുക. ഡാഡിയെ വിളിച്ചു. ഡാഡി ഞാൻ സ്നാനപ്പെടാൻ പോകാം. ഒത്തിരി വർഷമായിട്ട് ഡാഡി എന്നോട് പറയുന്നേ. ഡാഡി സ്നാനപ്പെടുത്തുമെന്നായിരുന്നു ഞാനും വിചാരിച്ച്. ഡാഡി പറഞ്ഞ് സ്നാനപ്പെട്ടോളാം. അങ്ങനെ അടുത്ത ദിവസം ഞാൻ അവിടെ സ്നാനപ്പെടാൻ പോയി. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ നെക്സ്റ്റ് ഡേ പോയി. അന്ന് മുതൽ പാസ്റ്റർ ഇന്ന് വരെ ഞാൻ സ്വയം നീതി പറയുകയല്ല. ഒരു ദൈവദാസൻ എന്നോട്, ഏത് ദൈവദാസൻ എന്നോട് ഒരു കാര്യം പറഞ്ഞാലും അത് മാക്സിമം അനുസരിക്കാൻ ഞാൻ അന്ന് മുതൽ, എനിക്കിപ്പോൾ 43 വയസ്സായി, ശ്രമിച്ചിട്ടുള്ളൂ. 100% അനുസരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ ഒരു ദൈവദാസൻ എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചെറിയ കാര്യമാണ്. ഇപ്പോൾ പാസ്റ്റർ എന്നോടൊരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും എനിക്കത് അനുസരിക്കണമെന്നൊരു ഭയങ്കര ഒരു 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 സിസ്റ്റം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് എനിക്കൊരു നോ ചോയ്സ്. രണ്ടാമത് ഞാൻ തിങ്ക് ചെയ്തില്ല. ഞാൻ ഉടുപ്പുമായിട്ട് പോയി. 250 പേരുണ്ടായിരുന്നു അന്ന് സ്നാനപ്പെടാൻ. അവിടെ പാസ്റ്റർ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് സ്നാനപ്പെടാം. അവരെല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരുന്നു. അവരെല്ലാം പാസ്റ്റർ പെട്ടെന്ന് എങ്ങനെ സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ എന്നെ ഏറ്റവും ലാസ്റ്റിൽ പതുക്കെ ഇറക്കി നമ്മുടെ കേരള ട്രഡീഷണൽ രീതിയിൽ സ്നാനപ്പെടുത്തുന്നത് പോലെ സാവധാനം എന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ 14-ാമത്തെ വയസ്സിൽ അനുഭവിച്ചതിന് വീണ്ടും കർത്താവ് എൻ്റെ 26-ാമത്തെ വയസ്സിൽ 12-ാമത്തെ വയസ്സിൽ അനുഭവിച്ചത് ആഫ്റ്റർ 14 years വീണ്ടും ആ ശരീരത്തിലെ വൈബ്രേഷനും ആ അനുഭവം എനിക്ക് വന്ന് ഞാൻ അന്യഭാഷകളിൽ സ്നാനക്കുളത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം 3 പ്രവചനങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു. സ്നാനക്കുളത്തിൽ വെച്ച് പറഞ്ഞു 3 പ്രവചനം അവിടെ വെച്ച് പറഞ്ഞു. എൻ്റെ ലൈഫിനെ തിരിച്ച 3 പ്രവചനങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു നീ ഒരു പാസ്റ്ററാകും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഈ പാസ്റ്ററാകുക എന്നുള്ളത്. ദൈവവേല ചെയ്തൊരു ഇവാഞ്ചലിസ്റ്റ് ആയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഹെയ്റ്റ് ചെയ്ത വേർഡ്സിൽ ഒന്നായിരുന്നു. അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഗ്രോ ചെയ്ത് വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം പാസ്റ്റർ. അദ്ദേഹം പറയുക പാസ്റ്റർ നിനക്ക് ദൈവം ബാംഗ്ലൂരിൽ ഒരു ചർച്ച് തരും. ഇറ്റ് വിൽ ബി എ ചർച്ച് ഓഫ് ഹീലിംഗ്. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു പാസ്റ്റർ നമ്മുടെ ചർച്ച് ഒരു ആന്തരിക സൗഖ്യം കൊടുക്കുന്ന ചർച്ചായിരിക്കും. ഹീലിംഗ് എന്ന് അന്നൊക്കെ പറയുമ്പോൾ ഫിസിക്കൽ ഹീലിംഗ് ആണല്ലോ കൂടുതൽ. ഓഫ് കോഴ്സ് ഫിസിക്കൽ ഹീലിംഗ് ഇല്ല എന്നല്ല. ഫിസിക്കൽ ഹീലിങ്ങിനെക്കാളും ഞാൻ കഴിഞ്ഞ 14 years ആയിട്ട് ഈ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്ന് കണ്ടത് ആന്തരികമായിട്ടുള്ള മുറിവുകളെ കർത്താവ് സൗഖ്യമാക്കിയത്. യു വിൽ പ്രീച്ച് ഓൺ ദ മീഡിയ ടെലിവിഷൻസ്. യു വിൽ ട്രാവൽ ഓൾ അറൗണ്ട് ദ വേൾഡ് റിപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ഇന്റർനാഷണൽ കോൺഫറൻസസ്. ഇങ്ങനെ 3 കാര്യങ്ങൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത 3 കാര്യങ്ങൾ. ഇൻട്രോവേർട്ട് ആയിരുന്നു ഞാൻ എങ്ങനെ ടി വിയിൽ വരും പാസ്റ്റർ? ഞാൻ ഒരൊറ്റ പ്രാവശ്യം പോലും എൻ്റെ ഡാഡിക്ക് 90s എൻഡ് മുതൽ പല ടെലിവിഷൻ പ്രോഗ്രാമിൽ, പ്രത്യേകിച്ച് സൂര്യ ടെലിവിഷനിൽ എല്ലാ ചൊവ്വാഴ്ചയും ഡാഡിയുടെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പോലും ഒറ്റ പ്രാവശ്യം പോലും ഞാനൊരു ഫ്രെയിമിൽ വന്നിട്ടില്ല. പക്ഷെ എന്നോട് പറയുകയാണ് നീ ടി വി പ്രസംഗിക്കും. 3 പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ. 1 പാസ്റ്ററാകും, 2 ടി വിയിൽ പ്രസംഗിക്കും, 3 ലോകരാജ്യങ്ങളിലുള്ള കോൺഫറൻസുകളിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യും. ഇത് 3 ഏതാണ്ട് ഇപ്പം നല്ല സജീവമായി നടക്കുകയാണ്. 14 വർഷമായിട്ട് പാസ്റ്ററാണ്. അതോടൊന്നിച്ച് മീഡിയയിൽ പ്രസംഗിച്ചു. മീഡിയ മുഴുവൻ വളരെ ശക്തമായി പ്രസംഗിക്കും. ഈ റിവൈവലോടുകൂടെയാണ് യഥാർത്ഥത്തിൽ 3-ാമത്തെ പ്രവചനം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ആരംഭം. ഇന്റർനാഷണലി ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. പാസ്റ്ററിൻ്റെ കൂടെ ഒക്കെ ഞാൻ ഒത്തിരി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ ചിലപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 30 നേഷൻസിൽ പോയിട്ടുണ്ടാവും. ബട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സംഭവത്തെ റിപ്രസെൻ്റ് ചെയ്താണ് ഇപ്പോൾ പല ഇൻവിറ്റേഷൻസ് വരുന്നതും അമേരിക്കൻ ചർച്ചസിലായിക്കോട്ടെ വിളിക്കുന്നതും എല്ലാം. ഇന്ത്യയിലുണ്ടായ ഒരു സംഭവം അതെന്നെ ഒത്തിരി അധികം സന്തോഷിപ്പിക്കുന്നു. ഈ രാജ്യത്തോടുള്ള എൻ്റെ ആ ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഒരു മിനിസ്ട്രിയുടെ ബാനറിലല്ലാതെ, എൻ്റെ വ്യക്തിപരമായ പേരിലുള്ളൊരു ബാനറിലല്ലാതെ, ഇന്ത്യയിൽ നടന്ന ഉണർവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇൻ്റർനാഷണലി ആളുകൾ വിളിക്കുന്നത് ആ 3-ാമത്തെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആരംഭമായിട്ട് ഞാൻ കാണുന്നു പാസ്റ്റർ. മഹാത്ഭുതമാണ്. ഒരു വ്യക്തിയെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി കർത്താവ് കൊണ്ടുവരുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ
അവിടെ പാസ്റ്റർ പോൾ തങ്കിയ അവറുകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു വലിയ കൈമാറ്റമാണ്, ഹെവി ആയിട്ടുള്ള കൈമാറ്റമാണ്. അന്ന് ആ സമയത്തും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ശക്തനാകുന്ന ശുശ്രൂഷകൻ, ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിൽ 1ാം നിരയിൽ തന്നെ നിൽക്കുന്ന ശുശ്രൂഷകന്മാരിൽ ഒരാളാകുന്ന പാസ്റ്റർ പോൾ തങ്കിയ അവറുകൾ പ്രവചിക്കുന്നു പറഞ്ഞാൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുന്നു, ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഡെസ്റ്റിനിയിലേക്ക് പോകുവാൻ തയ്യാറല്ലാത്ത ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിന്നെ ഞാൻ പിടിച്ച് ഡെസ്റ്റിനിയിലേക്ക് ഇറക്കാൻ പോകുക, നാളെ നീ സ്നാനപ്പെടാൻ പോകുക. അത്ഭുതകരം. ആ സ്നാനക്കുളത്തിൽ വെച്ച് ഭയങ്കര ഒരു ഇമ്പാർട്ടേഷൻ നടക്കുകയാണ്. ആ ഇമ്പാർട്ടേഷനിൽ ഏറ്റവും വലിയ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ഈ സിറ്റിയുടെ മേലുള്ള ഇമ്പാർട്ടേഷൻ. ഇന്നത് ബാംഗ്ലൂർ ഇന്ന് തിരിച്ചറിയുന്നു പാസ്. അന്ന് നമുക്കിതൊന്നും തിരിച്ചറിയാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. ബാംഗ്ലൂരിൽ നിനക്ക് ചർച്ച തരുമെന്നാണ് പറഞ്ഞത് പാസ്റ്റർ. ഒരു പാസ്റ്ററാകും, ബാംഗ്ലൂരിൽ ചർച്ച തരും. സാധാരണ പാസ്റ്റർമാർ അങ്ങനെ പ്രവചിക്കത്തില്ല. ഇല്ല, സ്വന്തം ചർച്ചിന്റെ ഭാഗമാകാനേ പറയത്തുള്ളൂ. അതൊരു ഭയങ്കര ഇമ്പോർട്ടേഷനാണ്. അതിശക്തമാകുന്ന ഒരു പകർച്ച ആ സന്ദർഭത്തിൽ സംഭവിച്ചു. ഇത് ഭയങ്കര ഒരു സന്ദേശമാണ് പാസ്റ്റർ. ഇത് കേൾക്കുന്നവര് ചിലപ്പോൾ ഡിപ്രഷനിൽ പോയവരുണ്ട്. 12ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, 9ാം വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, എന്നാൽ ഇന്ന് അതിൽ തുടരുവാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് ഡിപ്രഷന്, ഭാവിയെക്കുറിച്ചുള്ള എന്തൊക്കെയോ സംഘർഷങ്ങള്, ജീവിതം ക്രമമല്ല, ഒരു ഓർഡർ ഇല്ലാതെ ജീവിതം പോകുന്നു, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. പിന്നെ ഇവരുടേതായിട്ടുള്ള ചില ഒരു കൺക്ലൂഷൻസ് ഉണ്ട് ജീവിതത്തെക്കുറിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്നാനപ്പെടുകയുള്ളൂ, എനിക്ക് അമേരിക്കയിൽ കാലിഫോർണിയയിൽ പോകണം. ഇവർ തന്നെ ഇവരുടെ ജീവിതം എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദൈവം ഓൾറെഡി ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് വലിയ പ്ലാൻസ് കിടക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ചെറുപ്പക്കാർക്ക് ഈ എപ്പിസോഡ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ ആയി തീരാൻ പോകും. അപ്പൊ അതിനോട് ചേർത്ത് വെച്ച് അവരോട് ചില കാര്യങ്ങൾ പറയും. അതെൻ്റെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പാസ്റ്റർ. അന്ന് വൈകുന്നേരമുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇവരെ എൻകറേജ് ചെയ്യാം. ഞാൻ സ്നാനപ്പെട്ട് തിരിച്ച് വീട്ടിൽ, ഞങ്ങളത് ബാച്ചിലേഴ്സ് ആയിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച 4 ഫ്രണ്ട്സുണ്ട്. എല്ലാ സൺഡേ ഞങ്ങൾ മലയാളം സിനിമ കാണും. അന്ന് എനിക്ക് സിനിമ കാണാൻ പറ്റുന്നില്ല. ഞാൻ കട്ടിലിൽ പോയി കിടന്ന് രാത്രി മുഴുവൻ കരഞ്ഞു. സ്നാനപ്പെട്ട ദിവസം മടങ്ങി വന്ന് സിനിമ കാണാൻ പറ്റുന്നില്ല. അവരെ വീട്ടിൽ ഇരുന്ന് കാണുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിക്കുക. എൻ്റെ റൂമിലോട്ട് പോയി ഞാൻ കരയുക. രാവിലെ 6 മണി വരെ ഞാൻ ആ കട്ടിലിൽ കിടന്ന് കഴിഞ്ഞ 14 വർഷം ഞാൻ പരിശുദ്ധാത്മാവിനെയും കർത്താവിനെയും വേദനിപ്പിച്ച ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഞാൻ കർത്താവിനോട് ക്ഷമ പറയുമായിരുന്നു. എനിക്കൊരു ഭയങ്കര എന്തോ ഉള്ളിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു, ഒരു ആൾ മാറിയതുപോലെ എനിക്ക് തോന്നുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ 6:30 6:30 പാസ്റ്റർ എന്നെ വിളിച്ചു. പാസ്റ്റർ അങ്ങനെ ആരെയും വിളിക്കത്തില്ല. പാസ്റ്റർ പോൾ തങ്കയെ വിളിച്ചു. ഫോൺ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. അത് പരിശുദ്ധാത്മാവ് പ്രേരിതമായി. അത്ഭുതകരമാകുന്ന കാര്യമാണല്ലോ. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി എന്തായി തീരുമെന്ന് ആ അഭിഷക്തന് കൃത്യമായി മനസ്സിലായി. ഇല്ലെങ്കിൽ അങ്ങനെ വിളിക്കത്തില്ല. അതും ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാനൊരു അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യാണ്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ദേഷ്യപ്പെടുന്നു, TV തല്ലി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സിന്നിനോടൊരു ഭയങ്കര ഒരു എനിമിറ്റി എൻ്റെ ഉള്ളിൽ അങ്ങ് ജനിക്കാൻ തുടങ്ങി. സിന്നേഴ്സിനോടല്ല, സിന്നിനോട്. പാസ്റ്റർ പറഞ്ഞു ചർച്ചിലോട്ട് വരാൻ. അങ്ങനെ ഞാൻ ചർച്ചിൽ പോയി. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാനൊരു നോർമൽസിയിലേക്ക് വന്നത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെ നീ ഇനി നിന്റെ ഫ്രണ്ട്സുമായിട്ട് പോയാലും ഒക്കത്തില്ല. യു ഹാവ് ടു ബി വിത്ത് മീ ആൻഡ് ദ ചർച്ച്. വാട്ട് ക്യാൻ യു ഡു ഇൻ ദ ചർച്ച്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് 2 കാര്യങ്ങൾ അറിയാം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം, കീബോർഡ് വായിക്കാൻ അറിയാം. അപ്പോൾ അവിടെ അടുത്തിരുന്നൊരു കീബോർഡ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. വായിച്ചു. എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച കന്നഡ സർവീസിന് വായിക്കണം. അങ്ങനെ ഞാൻ FGAG ചർച്ചിലെ കീബോർഡ് പ്ലെയറായി മാറുക. ചർച്ചിൻ്റെ അകത്ത് പാസ്റ്ററിന്റെ കൂടെ ലീഡർഷിപ്പിനോട് കൂടി വലിയ സുരക്ഷിതത്വമാണ്. ഭയങ്കരമാണ്. അതൊരു ഒരു പോലീസ് ഫോഴ്സിനകത്ത് ഒരാൾ കയറി കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ. വളരെ. ഞാൻ ഇന്നും ചെറുപ്പക്കാരോട് പറയും, നിങ്ങളുടെ ലൈഫിന്റെ ആ പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ ഫേസിന്റെ അകത്ത് നിങ്ങൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് ചർച്ചിന്റെ അകത്ത് പാസ്റ്റേഴ്സിനെയും ലീഡേഴ്സിനെയും കൂടെ നിങ്ങളായിരിക്കുമ്പോഴാണ്. അതൊരു അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ മെച്ചുറാകുമ്പോൾ നിങ്ങൾക്ക് തനിയെ പോകാം. ഭയങ്കര ഒരു സുരക്ഷിതത്തിലാകുന്നു. എൻ്റെ ലൈഫ് അവിടെ നിന്നും മാറുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ കാണുന്ന ശുശ്രൂഷകളുടെ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ ഞാൻ ചെറുപ്പക്കാരെ എൻകറേജ് ചെയ്യുന്നത്, നെവർ ഗിവ് അപ്പ് ഓൺ ജീസസ്. എല്ലാ ദിവസവും ഞാൻ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ ആ മെസ്സേജ് അയക്കും, നെവർ ഗിവ് അപ്പ് ഓൺ ജീസസ്. കാരണം ഒത്തിരി ചെറുപ്പക്കാർക്ക് എൻ്റെ നമ്പറുണ്ട്. അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എനിക്കൊന്ന് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ
ഞാനൊരു മോൾക്ക് അയച്ചു, മോളെ നെവർ ഗിവ് അപ്പ് ഓൺ ജീസസ്. കാരണം അതെൻ്റെ അനുഭവമായിരുന്നു. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്നെക്കാളും യോഗ്യരായി പലരും ഈ പട്ടണത്തിലുണ്ടായിരിക്കും, എന്നെക്കാളും നല്ലവരുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ ഭയങ്കര സ്നേഹത്താൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും എനിക്ക് പ്രിയമല്ലാത്തവരെ എൻ്റെ പ്രിയ, മൈ ബിലവഡ് എന്ന് പറയുന്ന അനുഭവം. ഇന്ന് ഈ റിവൈവൽ അയച്ചപ്പോഴും ഞാൻ കർത്താവിന് മുൻപിലിരുന്ന് കരഞ്ഞത്, കർത്താവേ എന്നോട് എന്തിനാ ഇത്രയ്ക്ക് അങ്ങേക്ക് സ്നേഹം? വേറെ എവിടേക്ക് അയക്കാമായിരുന്നു? ഇതിനേക്കാളും ഫെസിലിറ്റിയുള്ള എത്രയോ ചർച്ചസ് ബാംഗ്ലൂരിലുണ്ട്. ഇതിനേക്കാളും വിഷ്ടത്തോടു കൂടി ഇതിനെ നടത്താൻ ഒക്കുന്ന എത്രയോ മിടുക്കന്മാരായ പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അന്ന് ആ മൈ ബിലവഡ് എന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയത് നമ്മളെ കാണുന്ന എല്ലാവരുടെ ചെറുപ്പക്കാരുടെ ലൈഫിലും യേശു അനന്യനായിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ദൈവത്തിന് പക്ഷപാതം ഇല്ലാത്തത് കൊണ്ടും കർത്താവിനത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കുക, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കോളിംഗ് ഉള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇതുവരെ അതിൽ എത്തിച്ചേരാൻ കഴിയാതെ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കർത്താവ് അവരെ തൊടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ടെസ്റ്റിമണി, പൗലോസിന്റെ ടെസ്റ്റിമണി ഇന്നും മില്യൺസ് ഓഫ് ആളുകൾക്ക് കർത്താവിൽ വിശ്വസിക്കാനുള്ളൊരു ഹോപ്പ് നൽകുന്നത് പോലെ, കർത്താവെ അങ്ങ് എന്നെ തേടി വന്ന് അങ്ങ് മാറോട് ചേർത്ത്, കർത്താവ് ഞങ്ങൾ പാട്ടിലൊക്കെ പാടുന്നില്ല, ആട്ടിൻകൂട്ടം തെറ്റി പോയവൻ ഞാൻ, എന്നാലും കർത്താവ് എന്നെ തേടി വന്നു എന്നെ സ്നേഹിച്ചതുപോലെ, മാറോട് ചേർത്തതുപോലെ ഞങ്ങളെ കാണുന്നവരിൽ ദൈവത്തിൻ്റെ വിളിയിൽ നിന്നും, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നും, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും വീണുപോയ എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ആത്മതലത്തിൽ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ തന്നെ ന്യൂ ഏഞ്ചൽസ് അവരുടെ ഭവനങ്ങളിലേക്ക് ഡിസ്പാച്ച് ആകുന്നത് കൊണ്ട് സ്തോത്രം. ആ ദൂതന്മാർ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷിച്ചതുപോലെ ആ ദൂതന്മാർ ശുശ്രൂഷിക്കുവാൻ ഇപ്പോൾ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് അവരെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ പറഞ്ഞയക്കുന്നു കർത്താവേ. വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. മുറിവേറ്റവർ, തളർന്നു പോയവർ, ക്ഷീണിച്ചു പോയവർ, കോളിംഗിൽ നിന്നും തെറ്റിപ്പോയവർ, റോങ് ഡിസിഷൻസ് എടുത്തവർ, ഒരു അലൈൻമെന്റ് നടക്കട്ടെ, റീ അലൈൻമെന്റ്. അത് തന്നെ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതങ്ങനെ ചെയ്യും. അങ്ങനെ റീ അലൈൻമെന്റിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പോൾ തങ്കയെ പോലെ അഭിഷക്തന്മാരെ ഞങ്ങളുടെ തലമുറയിൽ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ. അപ്പന്റെ ഹൃദയമുള്ള പാസ്റ്റർ കർത്താവേ, യേശു പറഞ്ഞല്ലോ എലൈജ വാസ് മോർ ദാൻ എ പ്രോഫറ്റ് എന്ന് പറയുന്നത് പോലെ മോർ ദാൻ എ പാസ്റ്റർ ആയിരിക്കുന്ന അപ്പന്മാരെ എഴുന്നേൽപ്പിക്കാൻ കർത്താവെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കുവാൻ, ഒരു തലമുറയെ ചേർത്ത് പിടിച്ച് അവരെ ആ വിശ്വാസത്തിലേക്കും അഭിഷേകത്തിലേക്കും ഗ്ലോറിയിലേക്കും കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ. പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവരുടെ സാക്ഷ്യം തീർന്നിട്ടില്ല. വിവാഹ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിച്ചു, തുടർന്നുള്ള സംഭവങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാംഗ്ലൂർ ഉണർവ് വരെ ഉള്ളത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കുവാൻ കഴിയും. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണം. കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.